11-നെതിരെ 16 വോട്ടുകൾക്കാണ് റഫീഖ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവിടെ ഒരു വോട്ടെടുപ്പ് നടന്നു എന്ന വാർത്തകൾ അപ്പാടെ തള്ളുകയാണ് CPM-ന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവർ. ഇ.പി. ജയരാജൻ തെറ്റായ വാർത്തകളൊന്നും മാധ്യമങ്ങൾ കൊടുത്തേക്കരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് നടന്നു. പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുപ്പിലൂടെ വോട്ടെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തതെന്ന് തന്നെയാണ് ലഭ്യമായ മുഴുവൻ വിവരങ്ങളും വ്യക്തമാക്കുന്നത്. എന്നാൽ ഐകകണ്ഠേനയാണ് തെരഞ്ഞെടുത്തതെന്ന് കെ റഫീഖ് 24-നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം: വയനാടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ സെക്രട്ടറിയാണ് കെ റഫീഖ്. ഒരുപക്ഷെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ CPM-ന്റെ സംഘടനാ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ഒരുപക്ഷെ ആ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ സെക്രട്ടറി ആവും. എന്തായാലും അഭിനന്ദനങ്ങൾ. എങ്ങനെയാണ് ഇനിയുള്ള മുന്നോട്ട് പോക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും പാർട്ടിയുടെ ജില്ലാ സമ്മേളനം വളരെ ഗൗരവമായ വയനാടുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. വയനാട്ടിലെ രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയം, വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം, അതുപോലെയുള്ള ബദൽപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം, നമ്മുടെ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമായ ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാട്. അപ്പം ഇത്തരം വിഷയത്തിലൊക്കെ വലിയ രൂപത്തിലുള്ള ബഹുജനങ്ങളുടെ ആകെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ, അതോടൊപ്പം ഗവൺമെൻറ് തലത്തിൽ ഇടപെടേണ്ടത് ഗവൺമെൻറ് തലത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള ഇടപെടലുകൾ, ഇതിനെ സംബന്ധിച്ചെല്ലാം സമ്മേളനം വളരെ ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റെടുക്കും. അതോടൊപ്പം തന്നെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളും സംഘടനാ തലത്തിൽ നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അത് കൂട്ടായിട്ടാണ്. സമ്മേളനം എന്ന് പറയുന്നത് പാർട്ടിയുടെ ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സമ്മേളനമാണ്. ആ സമ്മേളനം ഇപ്പോൾ 27 അംഗ ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ 27 അംഗ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും നന്നായി ഇടപെടാൻ കഴിയുന്ന സഖാക്കളാണ്. അവരെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. പി ഗഗാറിൻ ജില്ലാ സെക്രട്ടറി ആകുമെന്നുള്ള തരത്തിലുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. പക്ഷേ സംഘടനാ സമ്മേളനം കഴിഞ്ഞ ഘട്ടത്തിൽ താങ്കൾ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു മത്സര സ്വഭാവത്തിലേക്ക് മാറിയിരുന്നു. ഞങ്ങളുടെ CPM-ന്റെ ഒരു സംഘടനാ സംവിധാനത്തെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടായിരിക്കും നിങ്ങളിങ്ങനെ പറയുന്നത്. ഇവിടെ എല്ലാം ഐക്യകണ്ഠേനയാണ്. 27 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തതും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുത്തതും പാർട്ടി ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തതും എല്ലാം ഐക്യകണ്ഠേനയാണ്. നിങ്ങൾ ഇന്നയാൾ സെക്രട്ടറി ആവും, ഇന്നയാൾ സെക്രട്ടറി ആവില്ല എന്നുള്ളത് നിങ്ങളുടെ ഭാവനയുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. സമ്മേളനം തിരഞ്ഞെടുക്കുമ്പോഴാണ് ആ രൂപത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം വരുന്നത്. തീർച്ചയായും സമ്മേളനം വളരെ ഐക്യത്തോടു കൂടിയാണ് എല്ലാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇതെല്ലാം ഒരു കൂട്ടായ നേതൃത്വമാണ്, ആരെങ്കിലും ഒരാൾ എന്നുള്ളതല്ല. പകരം സെക്രട്ടറി എന്നുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ഇതിനൊന്ന് കോർഡിനേറ്റ് ചെയ്യുക എന്നർത്ഥത്തിൽ മാത്രമാണ്. സ്വാഭാവികമായിട്ടും കൂട്ടായ നേതൃത്വം എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ ഈ കമ്മിറ്റി മുന്നോട്ട് പോവുക. അതിനെല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. യാതൊരു വിധത്തിലുള്ള കെ റഫീഖ് സുർജിത്ത് അയ്യപ്പത്തുമായി സംസാരിക്കുകയായിരുന്നു.